ഞാൻ ഇങ്ങനെയാണെന്ന് പറയുവാൻ ആരെ ഭയപ്പെടണം എന്ന് ലോകത്തോട് ഉറക്കെ വിളിച്ചു പറഞ്ഞ ഒരുവൾ, കാലത്തിനു മുന്നേ സഞ്ചരിച്ചവൾ, സദാചാരത്തിന്റെ എല്ലാ കെട്ടുപാടുകളെയും വലിച്ചെറിഞ്ഞുകൊണ്ട് എഴുത്തിന്റെ നഗ്നതയെ സധൈര്യം പുറത്തു കൊണ്ടുവന്ന ഒരു എഴുത്തുകാരി, സ്നേഹത്തിന് നീർമാതളത്തിന്റെ മണമാണെന്ന് കാലത്തിലേക്ക് എഴുതി ചേർത്ത ഒരുവൾ. അതെ, നമ്മുടെ സ്വന്തം നാലപ്പാട്ടെ ബാലാമണിയമ്മയുടെ മകൾ മാധവിക്കുട്ടിയെക്കുറിച്ചാണ്, നമ്മുടെ ആമിയെക്കുറിച്ച്. ആമിയുടെ കഥകൾ വായിക്കാത്തവർ വിരളമാണ്. നഷ്ടപ്പെടാം, പക്ഷേ പ്രണയിക്കാതിരിക്കരുതെന്ന് ആമി പറയുമ്പോൾ വായിക്കുന്ന ഓരോ വായനക്കാരൻ്റെ ഉള്ളിലും ഒരു പ്രണയം പൂത്തു തളിർക്കും, തീർച്ച. പലരും പറയാൻ മടിക്കുന്ന എഴുത്തുകളുടെ വിപ്ലവമാണ് ആമി. ആമിയുടെ എല്ലാ കഥകളും നമ്മളെ ഇരുത്തി ചിന്തിപ്പിക്കുന്നതാണ്. ആമിയുടെ ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിലും അതിലെന്നെ ഒന്ന് തിരിച്ച് ചിന്തിപ്പിച്ച ഒരു വാചകം ഇതാണ്: രതി കഴിഞ്ഞ് തിരിഞ്ഞു കിടക്കുന്ന പുരുഷനേക്കാൾ എന്നെ അസ്വസ്ഥമാക്കിയ മറ്റൊരു സാഹചര്യമില്ല. ഇത് പറയുമ്പോൾ സ്നേഹം അതിൻ്റെ പരിപൂർണ സ്വാതന്ത്ര്യത്തിലേക്ക് എത്തുന്നത് ഒരു പുരുഷന്റെയും സ്ത്രീയുടെയും ശരീരവും മനസ്സും ഒന്നാകുമ്പോഴാണെന്ന് ആമി എഴുതി വെക്കുന്നു. ലോകത്തിന്റെ എല്ലാ തെറ്റിദ്ധാരണകളെയും ഉന്മൂലനം ചെയ്യുന്ന എഴുത്തുകളാണ് ആമിയുടെ. ആമി എല്ലാ കാലത്തും ഒരു വിപ്ലവ എഴുത്തുകാരിയാണ്. സ്നേഹത്തിന്റെയും പ്രണയത്തിന്റെയും എഴുത്തുകാരിയാണ്. പ്രണയത്തിന്റെ രാജകുമാരിയാണ് ആമി. ആമിയെ എല്ലാ കാലത്തും എല്ലാ തരത്തിലുള്ള വായനക്കാരും ഉൾക്കൊണ്ടു എന്നുള്ളതാണ് സത്യം.